എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ 142 എപ്പിസോഡാണ്, 142ാമത്തെ എപ്പിസോഡ്. അപ്പോൾ 141ഉം 140ഉം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കധികം താമസിക്കുക വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണാം നമ്മുടെ നമ്പർ 2 ഡീമനായിട്ടുള്ള ഡോമയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. ഡോമ ജനിച്ചപ്പോൾ തന്നെ ഒരു മഴവിൽ കണ്ണനായിട്ടായിരുന്നു ജനിച്ചത്. അവൻ്റെ കണ്ണ് മഴവിൽ പോലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇവൻ ദൈവത്തിനടുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒച്ച കേൾക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞായിരുന്നായിരുന്നു. അത് ഭയങ്കര ഡിവൈനായിട്ടായിരുന്നു ഇവനെ കണ്ടിരുന്നത്. ആൾക്കാർ ഇവൻ്റെ അടുക്ക് വന്നിട്ട് അവരുടെ പ്രശ്നം പറയുകയും സങ്കടങ്ങളൊക്കെ പറയുകയും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ സങ്കടം കേട്ട് ഡോമയ്ക്ക് മനസ്സിലായി ലോകത്ത് പാരഡൈസ് എന്ന് പറയുന്നൊരു സാധനമില്ല. അതായത് സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ജീവിതം ആർക്കും ഇല്ല, എല്ലായിടത്തും ഭയങ്കര സങ്കടമാണ്, മാങ്ങയാണ് തേങ്ങയാണെന്ന് വിചാരിച്ച് ഈ സങ്കടമുള്ള മനുഷ്യരെ എല്ലാം കൂടെ ഇവൻ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർ ചത്തു കഴിഞ്ഞാൽ അവരുടെ ആഫ്റ്റർ ലൈഫിൽ അവർ സന്തോഷിച്ചോളും, അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ എന്നേക്കും ഒഴിവാകുമെന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലാൻ അവൻ തീരുമാനിക്കുകയാണ് ഗുയ്സ്. അങ്ങനെയാണ് ഡോമ ഉടലെടുക്കുന്നത്. അതാണ് അവൻ്റെ ഫ്ലാഷ് ബാക്ക്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാഷ് ബാക്കിന് പുറത്തുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിന് പുറത്ത് വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഡോമ ചോദിക്കുന്നുണ്ട്, 5ാമത്തെ ഫോം എടുത്തല്ലേ, പക്ഷെ 5ാമത്തെ പോയിസൺ എടുത്തിട്ടും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ. എത്ര പോയിസൺ എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക? അങ്ങനെ നിൻ്റെ പോയിസൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഷിനോബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതാണല്ലേ ഒരു അപ്പർ റാങ്ക് ഡീമൻ്റെ പവർ. എൻ്റെ പോയിസൻ്റെ എഫക്റ്റ് പെട്ടെന്ന് തന്നെയാണ് ഇവൻ്റെ അടുക്കൽ ഇനാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഡോമ പറയുന്നുണ്ട്, എൻ്റെ നേരത്തെ ബ്ലഡ് ഡീമൺ ടെക്നിക്ക് ഉപയോഗിച്ച് നിൻ്റെ ലെങ്സിന് നല്ലപോലെ പണി കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റി, ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കഴിഞ്ഞ പാടെ നമ്മുടെ ഷിനോബ് കോമ്പൗണ്ടൈസ് എക്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റ വെട്ടുകയാണ്. ആരെ? നമ്മുടെ ഡോമേനെ. ആ വെട്ടിൽ നമുക്ക് കാണാം ഡോമയ്ക്ക് നല്ല പോലെ പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഡോമയ്ക്കല്ല പണി കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ഷിനോബുവിന് തന്നെയാണ്. ഷിനോബുവാണ് ചോര തുപ്പുന്നത് അവിടെ നിന്ന്. ഇവളവനെ വെട്ടുന്നതിന് മുമ്പ് തന്നെ ഷിനോബുവിന് ഡോമ നല്ല പോലെ പണി കൊടുത്തായിരുന്നു. എന്നിട്ട് ഷിനോബുവിൻ്റെ അടുക്ക് ഡോമ പറയുന്നുണ്ട്, നിനക്ക് നേരെ എൻ്റെ തല പോലും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോൾ നീ ടൈനി ആയതുകൊണ്ടായിരിക്കും. അവിടെ ഒരു ചെറിയ ബോഡി ഷേവിങ് ചെയ്യുന്നുണ്ട് ഡോമ ഷിനോബുവിനെ. എന്നിട്ട് ഷിനോബു ആലിക്കുന്നുണ്ട്, ശരിയാണ്, ഞാനെന്താ ടൈനി ആയിപ്പോയത്? അല്ല, എനിക്ക് അതുകൊണ്ടാണ് ഒരു ഡീമൻ്റെ തല നിരവി വെട്ടാൻ പറ്റാത്തത്. ഇത് കഴിഞ്ഞ പാടെ ഷിനോബുവിൻ്റെ സിസ്റ്റർ ഷിനോബുവിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നതായിട്ട് ഷിനോബുവിന് തോന്നുകയാണ്. ഓരോരോ മോട്ടിവേഷൻ നിന്ന് കൊല്ലാൻ നോക്കുകയാണ് അവൾ. ചത്തിട്ടോ കുറച്ച് മനസ്സമാനം അവൾ കൊടുക്കുന്നില്ല. എന്നിട്ട് ആ പെണ്ണുമ്പോൾ വന്നിട്ട് നമ്മുടെ ഷിനോബുവിൻ്റെ പറയുന്നുണ്ട്, സ്റ്റാൻഡപ്പ്, നിന്നെ കൊണ്ട് പറ്റും. അപ്പോഴത്തേക്ക് ഷിനോബു പറയുന്നുണ്ട്, മിണ്ടാതിരി തള്ളേ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റത്തില്ല, എൻ്റെ ലങ്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. എന്നിട്ട് ആ പെണ്ണുമ്പോൾ പറയുന്നുണ്ട്, നീ ഒരു ഡീമനെ ബീറ്റ് ചെയ്യണം തീരുമാനിച്ചാൽ അതിനെ ബീറ്റ് ചെയ്യുക, നീ ഒരു ഡീമൻ്റെ ഇന്ന് ജയിക്കാൻ തീരുമാനിച്ചാൽ ജയിക്കുക. അന്യായ മോട്ടിവേഷനാണ്. നമ്മുടെ പോക്കിരാജിക്കകത്ത് മമ്മൂട്ടി പറയുന്നില്ല, തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. അതേപോലൊരു ഐറ്റമാണ്. എന്നിട്ട് ഷിനോബുവിൻ്റെ ഡോമ പറയുന്നുണ്ട്, സോറി ഫോർ ദാറ്റ്, നിനക്ക് ഞാൻ ചെറിയൊരു വെട്ട് കൂടുതൽ തന്നു, നിനക്കതുകൊണ്ടാണ് നല്ലപോലെ വേദനിക്കുന്നത്. ഇത് കഴിഞ്ഞപാട് നമ്മുടെ ഷിനോബു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, അവൾ നിൽക്കുകയാണ്. അത്രയും വെട്ടുകൾ കൊണ്ടിട്ട് അവൾ എന്നിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡീമൻ പറയുന്നുണ്ട്, നീ എങ്ങനെ നിന്നു? നിനക്ക് ഞാൻ നല്ലപോലെ പണി തന്നായിരുന്നല്ലോ, ഇത്രയും വേദനയിൽ നീ നിൽക്കുന്നുണ്ടല്ലോ. ഇത് നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഡീമൻ ഞെട്ടുകയാണ്. ഇവളെങ്ങനെയാണ് ഇത്രയും വെട്ട് കൊണ്ടിട്ട് നിൽക്കുന്നത്? നീ നിൻ്റെ ഇത്രയും ലിമിറ്റ് പുഷ് ചെയ്യരുത്, നീ അവിടെ താഴെ കിടക്കുക, ഇല്ലെങ്കിൽ നിനക്ക് പെയിൻ കൂടും എന്നൊക്കെ ഡീമൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ പാട് അവൾ ബ്രീത്ത് ഓഫ് ദി ഇൻസെക്ട്സ്, ഡാൻസ് ഓഫ് ദി സെൻറ്റിപ്പേഡ് എന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ ഒരു മൂവ് എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഉടനെ തന്നെ അവൾ അവന് നേരെ കുതിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡീമൻ ചിന്തിക്കുന്നുണ്ട്, എല്ലാ സൈഡിൽ നിന്നും ട്വിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റോ? അവൾ ഒടുക്കാത്ത ഫോഴ്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. എനിക്ക് നിൻ്റെ അറ്റാക്ക് ശരിക്കും നേരെ വന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അവൾ താഴെ നിന്ന് നമ്മുടെ ഡീമനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഡീമൻ പറയുന്നുണ്ട്, ഫ്രം ബിലോ. അതെ, അവളുടെ ഡീമനെ താഴെ നിന്ന് കുത്തി പരിപ്പെടുക്കുകയാണ് ബീസ്. ഇവിടെ വെച്ചാണ് നമ്മുടെ 142ാമത്തെ ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണെന്നവരെ ബായ്.